സോ പോളിമേഴ്സിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പോളിമേഴ്സിന്റെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. സോ ഇനി പോളിമറൈസേഷൻ എങ്ങനെയാണ് പോളിമറൈസേഷൻ ചെയ്യുന്നത് എന്നുള്ളത് അങ്ങോട്ട് പോവാം. നമുക്ക് കോമൺ ആയിട്ട് രണ്ട് ടൈപ്പ് പോളിമറൈസേഷൻ മെക്കാനിസം ആണ് വരുന്നത്. ഒന്ന് അഡിഷൻ പോളിമറൈസേഷൻ, ഒന്ന് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. അഡിഷൻ പോളിമറൈസേഷന്റെ വേറൊരു പേര് ചെയിൻ പോളിമറൈസേഷൻ എന്നും കണ്ടൻസേഷൻ നമ്മൾ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ എന്നും പറയും. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണെന്ന്. സോ അഡിഷൻ പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ ജനറലി പോളി ഒലിഫീൻസിന് ചെയ്യുന്ന പോളിമറൈസേഷൻ ആണ് അഡിഷൻ പോളിമറൈസേഷൻ. പോളി ഒലിഫീൻസ് എന്ന് പറയുമ്പോൾ ഈ പോളി എത്തിലീൻ, പോളി പ്രൊപ്പിലീൻ അങ്ങനെ വരുന്ന ആൾക്കാരാണ്. PMMAയും അതായത് കാർബണും ഹൈഡ്രജനും മാത്രം വരുന്ന പോളിമേഴ്സ് ഉണ്ട്. അവരെ ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു പേരാണ് പോളി ഒലിഫീൻസ്. അതായത് ആൽക്കെയിൻ വരുന്ന CnH2n ആ ഒരു ടൈപ്പിൽ വരുന്ന പോളിമേഴ്സിനെയാണ് നമ്മൾ പോളി ഒലിഫീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവയ്ക്ക് നമ്മൾ ജനറലൈസ് ചെയ്യുന്നതാണ് അഡിഷൻ പോളിമറൈസേഷൻ. സെൽഫ് അഡിഷൻ ഓഫ് മോണോമേഴ്സ് ആണ്. അതായത് ഇപ്പൊ ഇവിടെ ഒരു CH2 ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് ഒരു മോളിക്യൂൾ, ഒരു മോണോമർ. ആ മോണോമറിലോട്ട് വേറൊരു മോണോമർ ഒന്ന് അറ്റാച്ച് ചെയ്യും, അതുപോലെ വേറൊരു മോണോമർ ഒന്ന് അറ്റാച്ച് ചെയ്യും. ഇങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന അതാണ് അഡിഷൻ പോളിമർ. ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് പോകുന്നത്. അതിനാണ് സെൽഫ് അഡിഷൻ ഓഫ് മോണോമേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ അത് റാപ്പിഡ് റിയാക്ഷൻ ആണ്, പെട്ടെന്ന് നടന്നു പോകുന്ന റിയാക്ഷൻ ആയിരിക്കും. നോ ബൈ പ്രൊഡക്ട്സ് ആർ ഫോംഡ്. കാരണം ഇതിൽ ആകെ ഒരു റിയാക്ടന്റ് എന്ന് പറയുന്നത് എത്തിലീൻ മാത്രമായിരിക്കും. എത്തിലീൻ തന്നെ ഇങ്ങനെ വെറുതെ ആഡായി പോകുന്നതായിരിക്കും. ചെയിൻ റിയാക്ഷൻ ആണ്. മനസ്സിലാവുമല്ലോ, ഓരോന്ന് എൻഡിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതായിരിക്കും. ഫങ്ഷണാലിറ്റി ജനറലി പ്രൊവൈഡഡ് ബൈ ദ ഡബിൾ ബോണ്ട്. നമുക്കറിയാം എത്തിലീൻ എന്ന് പറയുന്നത് ഇതാണ്. എത്തിലീനിൽ ഫങ്ഷണാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഡബിൾ ബോണ്ട് ആണ്. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയിട്ട് രണ്ട് റാഡിക്കൽസ് ഇവിടെ വരും. ആ റാഡിക്കൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് പോളിമറൈസേഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. ആൻഡ് ഈ അഡിഷൻ പോളിമറൈസേഷൻ തന്നെ അവരുടെ മെക്കാനിസം വെച്ചിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. രണ്ട് ടൈപ്പ് ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷൻ ഉണ്ട്, പിന്നെ ഉള്ളത് അയോണിക് പോളിമറൈസേഷൻ ആണ്. ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷൻ ആണ് ഞാൻ ഈ പറഞ്ഞത്. രണ്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ വെറുതെ ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങനെ ആറ്റത്തിലുണ്ടാവും. ആ ഫ്രീ ഇലക്ട്രോണിലോട്ട് വേറെ ഫ്രീ ഇലക്ട്രോൺ ഇതുപോലെയാണെന്ന് വിചാരിക്കുക. CH2 ഇവിടെയും വന്നിട്ട് ഇവർ രണ്ട് ഫ്രീ റാഡിക്കൽ. ഈ ഒരു ഇലക്ട്രോണും കൂടെ ചേർന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്യും. ആ സിംഗിൾ ബോണ്ട് വെച്ചിട്ട് ഇവരിങ്ങനെ കണക്റ്റഡ് ആവും. അതുപോലെ തന്നെ ഇവിടെ വേറൊരാൾ വരുമെന്ന് വിചാരിക്കുക, CH2. ഇവർ ഇതും കൂടെ കമ്പൈൻ ചെയ്ത് ഇങ്ങനെ പോകുന്നതിന് ഫ്രീ റാഡിക്കൽസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് ബോണ്ട് ഫോം ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷൻ എന്ന് പറയാം. പിന്നെയുള്ള അയോണിക് പോളിമറൈസേഷൻ ആണ്. അയോണിക് പോളിമറൈസേഷൻ ഫ്രീ റാഡിക്കൽ ആയിരിക്കില്ല, അവിടെ ചാർജ്ഡ് എൻറ്റിറ്റീസ് ആയിരിക്കും. നമ്മൾ വേറെ കുറച്ച് എന്താ പറയാ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ചാർജ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കുറച്ച് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യും. അതും രണ്ട് ടൈപ്പ് ഉണ്ട്. അനയോണിക് പോളിമറൈസേഷൻ ഉണ്ട്, കാറ്റയോണിക് പോളിമറൈസേഷൻ ഉണ്ട്. ടേംസ് ഫെമിലിയർ ആയിരിക്കും. ഇനി കണ്ടൻസേഷൻ പോളിമറൈസേഷനിൽ അഡിഷൻ അല്ല, അതായത് ഒരു മോണോമർ മാത്രമായിരിക്കും. ഇവിടെ ജനറലി ഒന്നിൽ കൂടുതൽ മോണോമേഴ്സ് ഉണ്ടാവും. ഓക്കെ, അവര് എന്നിട്ട് റിയാക്ഷൻ ബിറ്റ്വീൻ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഒക്കെ അറിയായിരിക്കുമല്ലോ, ആ ചെയിനിൽ വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്സ്, ആ ഗ്രൂപ്പ്സ് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അങ്ങനെ കെമിക്കൽ ബോണ്ട്. ഇതിന് എക്സാമ്പിൾ ഇപ്പൊ നൈലോൺ എടുക്കുക. നൈലോൺ 6,6 എന്ന് പറഞ്ഞൊരു പോളിമർ ഉണ്ട്. ഇതിന്റെ മോണോമസ് എന്ന് പറയുന്നത് ഹെക്സാമെത്തിലീൻ ഡയമീൻ അഡിപ്പിക് ആസിഡുമാണ്. ഓക്കെ, ഇതിന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. അങ്ങനെയൊന്ന് നോക്കിയത്
ഹെക്സാമെത്തിലിൻ ഡയമീൻ, ഹെക്സ മെത്തിലിൻ. അപ്പൊ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടാവും, എത്ര എണ്ണം ഉണ്ടാവും? 6 എണ്ണം ഉണ്ടാവും. ഡയമീൻ, അമീൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ NH2. ഓക്കെ, ഇതാണ് ഹെക്സാമെത്തിലിൻ ഡയമീൻ. അഡിപ്പിക് ആസിഡ് എന്ന് പറയുമ്പോൾ CH2 4 times COH COOH. ഓക്കെ, ഇതാണ് അഡിപ്പിക് ആസിഡ്. ഇനി ഇവിടത്തെ റിയാക്ഷൻ എങ്ങനെയാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഈ രണ്ട് മോണോമേഴ്സും, ഇത് രണ്ടും മോണോമറാണ്. ഇവ രണ്ട് തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അറിയോ ആർക്കെങ്കിലും? കേൾക്കുന്നുണ്ടോ പറയുന്നതൊക്കെ? ഹലോ, കേൾക്കാമെങ്കിൽ പറഞ്ഞോ. അഭിജിത്ത് ലാൽ, അറിയോ ഇവിടെ എങ്ങനെയായിരിക്കും റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്? തെറ്റിയാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. അറിയില്ല. ഓക്കെ, എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ഒക്കെ ചെയ്യട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോളാം. ഞാൻ പറഞ്ഞു. എന്താണ്? ഞാൻ കേട്ടില്ല, പറഞ്ഞു, ഒന്നുകൂടെ പറയോ? അമോണിയ കാർബൺ ഡൈ ഓക്സൈഡും അമോണിയം കാർബൺ ഡൈ ഓക്സൈഡും പോയില്ല. അതായത് ഇവിടെ നിന്ന് ഈ NH2 ഒരു ഹെച്ചും ഇവിടെ നിന്ന് ഒരു OH. ഈ CO വരുന്നത് എങ്ങനെയായിരിക്കും? C ഡബിൾ ബോണ്ടോ OH. ഇതാണ് COH എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിന്ന് ഈ OH ഗ്രൂപ്പും ഈ NH2 ഒരു ഹെച്ചും കൂടെ ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഇവിടെ അല്ല വെച്ച് ഇവിടെ. ഓക്കെ, വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യുന്നതാണ്. ഈ ഒരു OHഉം ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനും കൂടെ ചേർന്നിട്ട് വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യും. CH2 6 times NH CO. CH2 4 times COH. ഇനി ഇത് എവിടെയും അടുത്ത് വീണ്ടും ഇവിടെ നിന്ന് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്ത് പോകും. പ്ലസ് എന്തുകൂടെ ഉണ്ടാവും? വാട്ടർ മോളിക്യൂൾ ഇവിടെ ഉണ്ടാവും. ഇപ്പം ഇതാണ് ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷന്റെ ഒരു മെയിൻ പ്രോപ്പർട്ടിയാണ് ഇത് ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കും. കമ്പയർഡ് ടു അഡിഷൻ പോളിമറൈസേഷനിൽ ബൈ പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ബൈ പ്രൊഡക്ട്സ് ഉണ്ട്. ഇതുപോലെ സ്മോൾ മോളിക്കുലർ വെയിറ്റ് ഉള്ള ഏതെങ്കിലുമൊക്കെ ബൈ പ്രൊഡക്ട്സ് എപ്പോഴും ഫോം ചെയ്യും. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു, നൈലോൺ 6 എന്നൊക്കെ പറയുന്നത് നമ്മൾ അവരുടെ ജനറൽ ക്ലാസിഫിക്കേഷൻ വരുന്നത് പോളി അമൈഡ്സ് എന്നാണ്. അമൈഡ് എന്ന് വെച്ചാൽ എന്തെന്ന് ആർക്കെങ്കിലും അറിയോ? അമൈഡ് ലിങ്കേജ് എന്നൊക്കെ പറയുന്നത്. അമൈഡ് ലിങ്കേജ്. ഓക്കെ, ഇത് അതും പഠിച്ചു. NHCO ഈ ഒരു ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു ലിങ്കേജ്. കാരണം ഈ ഒരു പാർട്ടിനെയും ലിങ്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഇവരാണ്. NHCO എന്ന് പറയുന്ന ഒരു ബോണ്ടാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ അമൈഡ് എന്ന് പറയുന്നത്. അപ്പം പോളി അമൈഡ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷന്റെ അകത്ത് വരുന്ന എല്ലാ പോളിമേഴ്സിലും എന്തുണ്ടാവും? NHCO ബോണ്ട്സ് ഉണ്ടാവും. ഈ NHCO ആണ് നമ്മൾ അമൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇങ്ങനെ ഇതാണ് എന്താ പറയാ, രണ്ട് ഡിഫറെന്റ് മോണോമേഴ്സ് ഉണ്ടാവും. അവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ്, ഇവിടുത്തെ COOH ഗ്രൂപ്പും ഇവിടുത്തെ NH2 ഗ്രൂപ്പും ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ്സ് തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ് ബോണ്ട് ഉണ്ടാക്കുന്നതും പോളിമർ ഫോം ആവുന്നത്. ആൻഡ് ഇത് ഈ പറഞ്ഞ പോലെ ഓരോ മോണോമേഴ്സും വന്നിങ്ങനെ റിയാക്ട് ചെയ്ത് ബൈ പ്രോഡക്റ്റ് ഫോം ആയിപ്പോണം. അതുകൊണ്ട് തന്നെ കമ്പയർഡ് ടു അഡിഷൻ റിയാക്ഷൻ ഇതൊരു സ്ലോ റിയാക്ഷൻ ആയിരിക്കും. ബൈ പ്രോഡക്ട്സ് ഉണ്ടാവും. ഓൾസോ സ്റ്റെപ്പ് ഗ്രോത്ത് റിയാക്ഷൻ എന്ന് പറയും. അതുപോലെ ഇവരുടെ മെയിൻ എക്സാമ്പിൾസ് നൈലോൺ ഈ പറഞ്ഞ പോലെ. അതുപോലെ പോളിയുറത്തൈൻസിന്റെ മോണോമർ അറിയോ? പിന്നെ ഈ പോളിയുറത്തൈൻസ് എന്ന് പറയുന്നതും ഒരു ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. ഒരു പർട്ടിക്കുലർ ഒരു സാധനത്തിന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ഐസോസയനൈറ്റും പിന്നെ പോളിയോളും. ഓക്കെ, ഇവര് തമ്മിൽ റിയാക്ട് ചെയ്ത് ഇപ്പം പോളിയോൾ എന്ന് പറയുമ്പം OH ഗ്രൂപ്പ്, ഒന്നിൽ കൂടുതൽ OH ഗ്രൂപ്പുള്ള എന്ത് സാധനത്തിന് നമ്മൾ പോളിയോളം. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ
തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ടെക് പി എസ് സിയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSC യുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. പറയാം, ഐസോസൈനേറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് ഐസോസൈനേറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അതില് ആരൊക്കെ തമ്മിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു ഐസോസൈനേറ്റും ഒരു പോളിയോളും തമ്മിൽ, അതായത് ഇപ്പൊ എത്തിലിൻ ഗ്ലൈക്കോൾ ഉണ്ട്, CH2 CHOH CH2OH എത്തിലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു പോളിയോളാണ്. അതുപോലെ തന്നെ വേറൊരു പോളിയോൾ ഉണ്ട്, ഇതും പോളികളാണ്. അപ്പൊ ഒരു ഐസോസൈനേറ്റ് ഇതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും നമുക്കൊരു പോളിയോറത്തേം കിട്ടും. അതേ ഐസോസൈനേറ്റ് വേറൊരു പോളിയോറായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്തും വേറൊരു പോളിയോറത്തേം കിട്ടും. അപ്പൊ ഇതൊരു ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. അവരും ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഐസോസൈനേറ്റ് എന്ന് പറയുമ്പോൾ നൈട്രജനും CN ഉണ്ടാവും, NC ഉണ്ടാവും. ഐസോസൈനേറ്റ് ആകുമ്പോൾ NC എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. അവർ OH തമ്മിൽ റിയാക്ട് ചെയ്തിട്ടായിരിക്കും റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ്. നോട്ട് ചെയ്ത് വെച്ചേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം ഇടയ്ക്ക്. ഓക്കെ, ഇനി പോളിമറൈസേഷനെ പറ്റി ജനറൽ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒരു പോളിമറൈസേഷൻ നടക്കുന്നത് എപ്പോഴും 3 സ്റ്റെപ്പിലായിരിക്കും. ഒന്ന് ഇനിഷ്യേഷൻ ഓഫ് ദ മോണോമർ, രണ്ടാമത്തെ പ്രൊപ്പഗേഷൻ, മൂന്നാമത്തത് ടെർമിനേഷൻ. ഇനിഷ്യേഷൻ ഓഫ് ദ മോണോമർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ എത്തിലീൻ എടുക്കുകയാണ്. എത്തിലീൻ നോർമലി ഗ്യാസ് ആയിരിക്കും, പ്രഷറൈസ് ചെയ്യാത്ത രീതിയിൽ ഗ്യാസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വെച്ചിരിക്കുന്ന സമയത്ത് ഇവര് വെറുതെ ഇരുന്നുകൊണ്ട് തമ്മിൽ കമ്പൈൻ ചെയ്യത്തില്ല. വെറുതെ എത്തിലീൻ ഒരുപാട് ഒരു കണ്ടെയ്നർ നിറയെ എത്തിലീൻ എടുത്ത് വെച്ചെന്ന് പറഞ്ഞിട്ട് പോളിമറൈസ് ആവത്തില്ല. അതിന് സ്പെസിഫിക് ടെമ്പറേച്ചറും അല്ലെങ്കിൽ പ്രഷർ വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ മോണോമറിനെ ഇനിഷ്യേറ്റ് ചെയ്യിക്കണം. ഓക്കെ, ആ പ്രോസസ്സിനെയാണ് ഇനിഷ്യേഷൻ ഓഫ് ദ മോണോമർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് കെമിക്കൽസ് ആഡ് ചെയ്ത് ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഇവര് ഇനിഷ്യേറ്റ് ആയിക്കോളും. നമ്മൾ അതിനുവേണ്ടി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇനിഷ്യേറ്റേഴ്സ് ആണ് ഒന്ന് ബെൻസോയിൽ പെറോക്സൈഡ്, ഡൈടെർട്ട് ബ്യൂട്ടൈൽ പെറോക്സൈഡ്, മീഥൈൽ ഈഥൈൽ കീറ്റോൺ പെറോക്സൈഡ്, അസോബിസ് ഐസോബ്യൂട്ടേറോനൈട്രൈൽ, ടെർട്ട് ബ്യൂട്ടൈൽ ഹൈഡ്രോ പെറോക്സൈഡ്. ഇതൊക്കെ ക്ലാസ് കോമ്പൗണ്ട്സ് മോളിക്യൂൾസ് ആണ്. ഇവർ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ പറയാ, ഈ മോണോമറിനെ ഇവര് വെറുതെ ഇരിക്കുന്ന മോണോമറിനെ റിയാക്റ്റീവ് ആക്കും. ആ മോണോമർ റിയാക്റ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ അവര് വേറെ മോണോമേഴ്സുമായിട്ട് കമ്പൈൻ ചെയ്ത് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും. ആ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ മോണോമേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന പ്രോസസ്സിനെയാണ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് ഇത് നിർത്തണമല്ലോ. നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു പോളിമറിന്റെ ഒരു ചെയിൻ കിട്ടിക്കഴിഞ്ഞാൽ നിർത്തണമല്ലോ. അങ്ങനെ നിർത്താനായിട്ട് നമ്മൾ ആ നിർത്തുന്ന പ്രോസസ്സിനെയാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടെർമിനേഷൻ നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് കപ്ലിംഗ് റിയാക്ഷനും ഒന്ന് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയും. കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ ചെയിൻ ഉണ്ടെന്ന് വിചാരിക്കുക, അതുപോലത്തെ വേറൊരു ചെയിൻ ഉണ്ടെന്ന് വിചാരിക്കുക, ഇവര് തമ്മിൽ ലിങ്ക് ചെയ്യിക്കുക. അങ്ങനെ ഉണ്ടാവുന്നതിനാണ് കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഡിസ്പ്രൊപ്പോർഷനേഷനും അത് തന്നെയാണ്. കപ്ലിംഗിൽ ആക്ച്വലി രണ്ടും ഒരേ പോലത്തെ ചെയിൻസ് ആയിരിക്കും. ഡിസ്പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ 2 ഡിഫറെന്റ് ആയിട്ടുള്ള ചെയിൻസിനെ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ, അത്ര. ഓക്കെ, ഇനി കോപോളിമേഴ്സ് എന്താന്ന് ഇവിടെ നോക്കാം. കോപോളിമേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ സ്റ്റൈറീൻ എന്ന് പറയുന്ന ഒരു പോളിമർ ഉണ്ട്. സ്റ്റൈറീൻ നമ്മൾ നേരത്തെ പറഞ്ഞ സ്കെയില്, തെർമോക്കോൾ അതൊക്കെ വരുന്നതാണ് സ്റ്റൈറീൻ, പോളിസ്റ്റൈറീൻ. ബ്യൂട്ടാഡൈൻ എന്ന് പറയുന്നത്, ബ്യൂട്ടാഡൈൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു റബ്ബറാണ്. ഓക്കെ, റബ്ബറാണ്, അത്യാവശ്യം നല്ല പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള റബ്ബറാണ്. അപ്പൊ നമുക്ക് ഈ 2 പ്രോപ്പർട്ടീസും ഒരുമിച്ച് കിട്ടണം. സ്റ്റൈറീൻ ബ്രിട്ടിലാണ്, പക്ഷെ അത്യാവശ്യം എന്താ പറയാ ടെൻസൈൽ സ്ട്രെങ്ത് ഒക്കെ സ്റ്റൈറീൻ നല്ല കൂടുതലാണ്. അപ്പൊ സ്റ്റൈറീന്റെ പ്രോപ്പർട്ടീസും വേണം. പക്ഷെ ബ്യൂട്ടാഡൈന്റെ കേസിൽ എടുക്കുമ്പോൾ ബ്യൂട്ടാഡൈൻ ഭയങ്കര സോഫ്റ്റ് ആണ്, റബ്ബർ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങനെ വലിച്ച് എന്താ പറയാ സ്ട്രെങ്ത് ഉണ്ടാവില്ല.
ബ്രേക്ക് ആവത്തില്ല, പക്ഷെ എലോങ്ങേറ്റ് ചെയ്ത് പോകുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പ്രോപ്പർട്ടീസും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവർ രണ്ടുപേരും കൂടെ പോളിമറൈസ് ചെയ്യിക്കും. അങ്ങനെ ഉണ്ടാവുന്നതിനാണ് കോപോളിമേഴ്സ് എന്ന് പറയുന്നത്. അക്രിലോനൈട്രൈലും ബ്യൂട്ടാഡൈനും കൂടെ ചേർന്നിട്ട് അക്രിലോനൈട്രൈൽ ബ്യൂട്ടാഡൈൻ റബ്ബർ ഉണ്ടാവും. സോറി, സ്റ്റൈറീനും ബ്യൂട്ടാഡൈനും കൂടെ ചേർന്ന് സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ റബ്ബർ ഉണ്ടാവും. ABS എന്ന് പറയുമ്പോൾ അക്രിലോനൈട്രൈൽ ഒരു പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അക്രിലോനൈട്രൈൽ ബ്യൂട്ടാഡൈൻ സ്റ്റൈറീൻ, ഇത് മൂന്നും കൂടെ ചേർത്തുണ്ടാക്കുന്ന വേറൊരു പോളിമറാണ് ABS. നമുക്ക് അറിയായിരിക്കും, കാറിന്റെ ബമ്പറൊക്കെ ഭയങ്കര ഷോക്ക് പ്രൂഫ് ആയിട്ടുള്ള ബമ്പേഴ്സ് അതുപോലെയൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് കാറിന്റെ ബാക്ക് സൈഡിലെ ആ ബമ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ കൊണ്ട് ഇടിച്ചു കൊടുത്താൽ എന്താ പറയാ, അത് ഫ്ലെക്സിബിൾ ആയിട്ട് പോയിട്ട് തിരിച്ചു വരുന്നതായിട്ട് കാണാൻ പറ്റും. അത് പെട്ടെന്ന് അങ്ങനെ ബ്രേക്ക് ആവത്തില്ല. ഓക്കെ, അപ്പൊ അതിനൊക്കെ യൂസ് ചെയ്യുന്നത് ABS ആണ്. വേറെ എക്സാമ്പിൾ കാറിന്റെ തന്നെയാണ്. കാറിലാണ് കോമൺ ആയിട്ട്, കാർസിലും ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലാണ് മെയിൻ ആയിട്ട് ABS യൂസ് ചെയ്യുന്നത്. Okay, so copolymers, they are polymers derived from two or more different types of monomers that are polymerized together. So then copolymers can exhibit a blend of properties from the constituent of homopolymers. ഇനി ടൈപ്സ് ഓഫ് കോപോളിമേഴ്സ് അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതായത് ഇപ്പൊ സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ റബ്ബർ എടുത്തു കഴിഞ്ഞാൽ റാൻഡം ആയിട്ടായിരിക്കും ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ രണ്ട് സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ 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 സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ സ്റ്റൈറീൻ സ്റ്റൈറീൻ സ്റ്റൈറീൻ, ഇങ്ങനെ അപ്പോ റാൻഡം ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ് റാൻഡം കോപോളിമർ എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ SBSB എന്ന് പറഞ്ഞിട്ട് മാറി മാറി വരും. ബ്ലോക്ക് എന്ന് പറയുമ്പോൾ SSS BBB SSS BBB ഇങ്ങനെ പോകുന്നതിനാണ് ബ്ലോക്ക് കോപ്പോളിമർ പറയുന്നത്. ഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രാഫ്റ്റ് ABS ആണ് എക്സാമ്പിൾ. ഇപ്പം AB ഗ്രാഫ്റ്റ് ഇവിടെ ഇങ്ങനെ പെൻഡന്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും. AB ഓക്കെ, ഇങ്ങനെയാണ് ഗ്രാഫ്റ്റ് കോപ്പോളിമർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? കോപ്പോളിമേഴ്സ് എന്താന്ന് മനസ്സിലായില്ലേ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, സോ തിയറി ഇത്രേ ഉള്ളൂ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ തെർമോപ്ലാസ്റ്റിക് പോളിമർ? പറഞ്ഞേ. ബി പോളിയെത്തിലീൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇപ്പം ബാക്കി ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ബാക്ക്ലൈറ്റ് എന്താണെന്ന് അറിയോ ആർക്കെങ്കിലും? തേപ്പുപെട്ടിയുടെയൊക്കെ കൈപ്പിടിയാണോ? എന്തോ കേട്ടില്ല. തേപ്പുപെട്ടിയിലൊക്കെ കൈപ്പിടി കൊണ്ട് ഉണ്ടാക്കുന്ന ചൂടടിക്കാതിരിക്കാൻ പാത്രത്തിന്റെ അതാണോ? ഫസ്റ്റ് പോളിമർ അങ്ങനെ എന്തോ ഫസ്റ്റ് സിന്തസൈസ്ഡ് പോളിമർ ആണ് ബാക്ക്ലൈറ്റ്. ബാക്ക്ലൈറ്റ് എന്ന് പറയുന്നത് TF ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫിനോൾ ഫോർമാൽഡിഹൈഡ്. ഈ നേരത്തെ ആരോ പറഞ്ഞത് കൈത്തറി എന്നാണ്. എന്തെനിക്ക് ക്ലിയർ ആയില്ല പറഞ്ഞത്. അല്ല, നമ്മൾ അയൺ ബോക്സിന്റെ ഒക്കെ കൈപ്പിടി ഒക്കെ ഉണ്ടാക്കില്ല. കൈപ്പിടി ഓക്കെ ഓക്കെ. അതിനൊക്കെ PF യൂസ് ചെയ്യും കേട്ടോ. അതായത് ഈ PF നേരത്തെ പറഞ്ഞില്ലേ, PF UF MF ഇവര് തെർമോസെറ്റ് ആണ്. അപ്പം പ്രോബബ്ലി ഇവരുടെ ആപ്ലിക്കേഷൻസ് എല്ലാം എന്തായിരിക്കും വരുന്നത്? ഇൻസുലേഷന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇവരെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ നോൺ സ്റ്റിക് പാത്രങ്ങളുടെ ഒക്കെ പിടിയൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ PF UF ഒക്കെ കൊണ്ടായിരിക്കും ഉണ്ടാക്കുന്നത്. MFന്റെ ഒരു ആപ്ലിക്കേഷനിൽ നമ്മുടെ ഈ അൺബ്രേക്കബിൾ ആയിട്ടുള്ള എന്താ പറയാ, സെറാമിക് പോലെ ഇരിക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഇല്ലേ? കണ്ടാ സെറാമിക് പോലെ ഇരിക്കും, പക്ഷെ തറയിലിട്ട പൊട്ടത്തൊന്നുമില്ല. പൊട്ടാത്ത കുറച്ച് പ്ലാസ്റ്റിക് പാത്രങ്ങളല്ലേ നമ്മുടെ ഫുഡൊക്കെ കഴിക്കുന്ന ഡിഷ്, അതൊക്കെ ഉണ്ടാക്കുന്ന MF ഉണ്ട് കേട്ടോ മെയിൻ ആയിട്ട് ഉണ്ടാക്കും. ഇത് പിന്നെ പഠിച്ചു PF ആണ് ബാക്ക്ലൈറ്റ്. ഇതാണ് ഫസ്റ്റ് സിന്തസൈസ്ഡ് പ്ലാസ്റ്റിക്. അല്ലെങ്കിൽ പോളിമർ എന്ന് പറഞ്ഞാലും കണക്കാണെന്ന് തോന്നണം. ഫസ്റ്റ് സിന്തസൈസ് ചെയ്തിട്ടുള്ള സാധനമാണ് ഈ ബാക്ക്ലൈറ്റ് എന്ന് പറയുന്നത് PF. പിന്നെ പോളിയെത്തിലീൻ നമുക്കറിയാം, പോളിത്തീൻ കവർ എന്നൊക്കെ പറയുന്ന സാധനം ബേസിക് ആയിട്ടുള്ള
ആദ്യത്തെ പോളിമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ആൽക്കൈൻസിന്റെ കേസിൽ എടുക്കുമ്പോൾ ആദ്യം വരുന്ന പോളിമർ പോളിയെത്തിലീൻ. വൾക്കനൈസ്ഡ് റബ്ബർ എന്ന് പറയുമ്പോൾ അതും ശ്രദ്ധിക്കുക, റബ്ബറും വൾക്കനൈസ്ഡ് റബ്ബറും രണ്ടായിട്ട് തന്നെ കാണുക കേട്ടോ. വൾക്കനൈസ്ഡ് റബ്ബർ എന്ന് പറയുമ്പോൾ റബ്ബറിന്റെ അകത്ത് സൾഫർ ബോൺഡ്സ് അല്ലെങ്കിൽ ക്രോസ് ലിങ്ക് ചെയ്തതിനെയാണ് നമ്മൾ വൾക്കനൈസ്ഡ് എന്ന് പറയുന്നത്. ഫിനോൾ ഫോർമാലിൻ റെസിൻ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, സോ അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ്. ഞാൻ PPT ഷെയർ ചെയ്തിരിക്കാം, നമ്മൾ നോക്കിയിരുന്നാൽ മതി. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിലും നോട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി കേട്ടോ, തെറ്റെന്തെങ്കിലും കാണുകയാണെങ്കിൽ. ഓക്കെ, now which type of polymerization process is involved in the formation of polyethylene? Addition. ആദ്യത്തെ ഓപ്ഷൻ എളുപ്പമാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അഡിഷൻ പോളിമറൈസേഷൻ. ഈ പറഞ്ഞ കണ്ടൻസേഷൻ അറിയാലോ. കണ്ടൻസേഷനും അഡിഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? കണ്ടൻസേഷനിൽ 2 മോണോമേഴ്സ് ഉണ്ടാവും. 2 മോണോമേഴ്സിലെയും ഫങ്ഷണൽ ഗ്രൂപ്പ് തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞായിരിക്കും അവരുടെ എന്താ പറയുക പോളിമറൈസേഷൻ പ്രൊസീഡ് ചെയ്യുന്നത്, ആ ഒരു ബോണ്ട് ഫോർമേഷൻ. കോപോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ കോപോളിമറൈസേഷനും കണ്ടൻസേഷൻ പോളിമറൈസേഷനും തമ്മിൽ ഏതെങ്കിലും ഡിഫറൻസ് പറയാൻ പറ്റൂ? എങ്ങനെ ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? പോളിമറൈസേഷന് കണ്ടൻസേഷൻ പോളിമറൈസേഷന് അറിയോ ആർക്കെങ്കിലും? പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു തന്നതിലൊന്ന് മനസ്സിലാക്കിയത് വെച്ചിട്ട്. അറിയോ ആർക്കെങ്കിലും? അറിയോന്നല്ല, പറയാൻ പറ്റുമോ? കോപോളിമറൈസേഷൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോണോമേഴ്സ് അല്ലേ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോണോമേഴ്സ് ആയിരിക്കും. അപ്പൊ കണ്ടൻസേഷനോ? ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവും. ഓക്കെ, ഒരു ടൈപ്പിൽ അത് തന്നെയാണ്. കാരണം ഈ കോപോളിമറൈസേഷനിൽ 2 മോണോമർ ഉണ്ടാവുമല്ലോ. ഈ 2 മോണോമറിനും ഇൻഡിവിജ്വലി പോളിമേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പൊ നമ്മള് സ്റ്റൈറിൻ SBR എടുക്കുകയാണ്, SBR റബ്ബർ എടുക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് വരുന്നത്? സ്റ്റൈറീനും വരും, ബ്യൂട്ടാഡൈനും വരും. സ്റ്റൈറീൻ പോളിമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? പോളിസ്റ്റൈറീൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. ബ്യൂട്ടാഡൈൻ പോളിമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പോളി ബ്യൂട്ടാഡൈൻ എന്ന സാധനം ഉണ്ടാവും. ഇത് തമ്മിൽ മിക്സ് ചെയ്തിട്ട് വരുന്നതാണ് കോപോളിമറൈസേഷൻ. ഇത് 2 പോളിമർ ഫോമിംഗ് മോണോമേഴ്സ് ആണ്. പക്ഷെ കണ്ടൻസേഷന്റെ കേസിൽ ഈ മോണോമേഴ്സിന് സ്വന്തമായിട്ട് പോളിമറൈസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെക്സാമെത്തിലീൻ ഡയമീൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക, നമ്മുടെ നൈലോണിന്റെ കേസിൽ പറഞ്ഞത്. HMD എന്ന് പറയുന്ന സാധനത്തിന് അതിന് പോളി ഹെക്സാമെത്തിലീൻ ഡയമീൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അത് അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു റിയാക്റ്റീവ്സ്, ഒരു മോളിക്യൂള് മാത്രമാണ്. അപ്പൊ അതിന് പോളിമർ ഫോമിംഗ് ഇതൊന്നും ഇല്ല. പക്ഷെ കോപോളിമറൈസേഷൻ വരുമ്പോൾ 2 മോണോമേഴ്സിന് ഇൻഡിവിജ്വലി പോളിമേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ റാഡിക്കൽ പോളിമറൈസേഷൻ. പോളിയെത്തിലീന്റെ കേസിൽ റാഡിക്കലും ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അഡിഷന്റെ ഒരു അണ്ടറിൽ വരുന്ന ഒരു സാധനമാണ് ഈ റാഡിക്കൽ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. Which of the following is the main characteristics of a copolymer? 2 or more different types of. Okay. It consists of only one type of monomer alla. It consists of 2 or more different types of monomers. This formed by the condensation polymerization alla. It doesn't have a definite molecule. Annalla. 2 or more types of monomers combine ചെയ്ത് വരുന്നതാണ് കോപോളിമർ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഏതെങ്കിലും കാര്യം ഒന്നുകൂടെ പറയണമെന്ന് അങ്ങനെ എന്തെങ്കിലും? റെസ്പോണ്ട് കഴിയാറായി. ആർക്കെങ്കിലും ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കണ്ടൻസേഷൻ. ഓക്കെ ഓക്കെ ഓക്കെ. So condensation is nothing but okay. ഈ റിയാക്ഷൻ ഒന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇത് എന്താ പറയാ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇത് തമ്മിൽ ബോണ്ട് ചെയ്തിട്ട് ഇതുണ്ടാവുന്ന അങ്ങനെ NHCO ബോണ്ട് ഉണ്ടാവുന്നു അതൊന്നും പഠിക്കൊന്നും വേണ്ട. ഞാൻ അറിയാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, കണ്ടൻസേഷൻ പോളിമറൈസേഷനിൽ ഈ പറഞ്ഞ പോലെ 2
റിയാക്റ്റീവ് ആയിട്ടുള്ള മോണോമേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ 2 റിയാക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ടാവും. അവരുടെ ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഇപ്പം ഫങ്ഷണൽ ഗ്രൂപ്പ് ഒക്കെ അറിയായിരിക്കുമല്ലോ. ഒരു ചെയിനിൽ എൻഡിൽ വരുന്ന സാധനത്തിന്, എൻഡിലോ ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും വരുന്ന സാധനത്തിനാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഫങ്ഷണൽ ഗ്രൂപ്പ്സ് അറിയോ? ചോദിച്ചോക്ക്, പറയണോ ഫങ്ഷണൽ ഗ്രൂപ്പ്സ്? ഫങ്ഷണൽ ഗ്രൂപ്പ്സ് അറിയില്ല. ഓക്കെ ഓക്കെ, അതാണ് അറിയാവുന്നുള്ളവര് ജസ്റ്റ് കേട്ടിരുന്നു. ഫങ്ഷൻസ് ഇപ്പൊ തീരെ ബേസിക് ആണ്, ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞുതരാം. സോ ഈ പോളിമേഴ്സ് എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മൾ പണ്ട് കെമിസ്ട്രിയിൽ പഠിച്ച സാധനമാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട്. ആൽക്കൈൻസ് ആൽക്കീൻസ് ആൽക്കൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന സാധനങ്ങളുണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഇത്രയും മനസ്സിലാക്കുക. കാർബണും ഹൈഡ്രജനും തമ്മിൽ ബോണ്ട് ചെയ്ത് ഉണ്ടാക്കുന്ന കുറെ കോമ്പൗണ്ട്സ് ഉണ്ട്. അതിന് നമ്മൾ CnH2n എന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനായിട്ട് ഒരു ആൽക്കൈൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടും. 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ CH4, ഇതാണ് ആദ്യത്തെ കോമ്പൗണ്ട്, മീഥേൻ എന്ന് പറയും. C2H6, C3H8, ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോകും. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ കാർബൺ 4 ഹൈഡ്രജൻ ഉണ്ടാവും. ഇതാണ് മീഥേൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്. അതുപോലെ തന്നെ ഈഥേൻ എടുത്തു കഴിഞ്ഞാൽ കാർബണിന്റെ വാലൻസി എപ്പോഴും 4 ആയിരിക്കും. ഓക്കെ, അപ്പൊ കാർബണും ഹൈഡ്രജനും തമ്മിൽ ഇങ്ങനെ ബോണ്ടിങ്, ഈ ഒരു സ്ട്രക്ചർ ആയിരിക്കും ഈഥേൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ട് ചില ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഇപ്പോ OH എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, അതുപോലെ COOH എന്ന് പറഞ്ഞിട്ടുണ്ട്, NH2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്. ഇനി ഈ ഒരു കോമ്പൗണ്ടിൽ, കാർബൺ ഹൈഡ്രജൻ ഉള്ള കോമ്പൗണ്ടിൽ ഏതെങ്കിലും ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വരും. ഇപ്പം ഇവിടെ OH ആണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് ആ ഒരു പൊസിഷനിലോട്ട് OH വരും. അപ്പൊ നേരത്തെ ഇത് ആരായിരുന്നു? ഈഥേൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആയിരുന്നു. ഈ OHനെ നമ്മൾ ആൽക്കഹോൾ ഗ്രൂപ്പ് എന്നാ പറയാം. അപ്പം ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് OH വന്നപ്പോൾ അത് എന്തായിട്ട് മാറി? എത്തനോൾ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറി. ഓക്കെ, ഇങ്ങനെ വരുന്ന സാധനങ്ങളാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട, ഒരുപാട് ഇങ്ങനെ പറയേണ്ടി വരും. നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പം ആർക്കെങ്കിലും ഒക്കെ അങ്ങനത്തെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഇത് ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഇത് അറിയില്ലേ? വേറെ ആർക്കെങ്കിലും പറഞ്ഞു തരണോ ഇങ്ങനെ ബേസിക് ആയിട്ട്? ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.